പ്ലേറ്റിലേക്ക് മാറ്റാം. അയ്യോ, ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ തവ. ഇത് ആരും ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ പേര് തന്നെ ഒരു വ്യത്യസ്തമായതുകൊണ്ട് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാധാരണ പോലെ നമ്മൾ ആദ്യം മസാലകളെല്ലാം ഇതിൽ ആഡ് ചെയ്യണം. ഇതിൽ നമ്മൾ ആദ്യം ചിക്കൻ അങ്ങോട്ട് ഇട്ടിട്ട് തവൻ്റെ മുകളിൽ നമ്മൾ മസാലയൊക്കെ ഇട്ട് അതിൻ്റെ ഒരു മണമൊക്കെ വെറൈറ്റി നമുക്ക് പൊളിക്കാം അല്ലേ? അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ സുഹൈൽ അവിടെ നമ്മൾ ചിക്കൻ തവൻ്റെ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ തക്കാളിയും ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അടിപൊളി കട്ട് ചെയ്തെടുക്കാം. നന്നായി കഴുകിയിട്ട് വേണം ചെയ്യാൻ, കാരണം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത്. ശരിയല്ലേ? കോഴി നിന്നെ പോലെ നല്ല മൂത്ത കോഴി കേട്ടാ. ഭയങ്കര ചളി ഇല്ലേ ഇത്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ അടിപൊളി അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മല്ലിയില ഒന്ന് സൂപ്പറായിട്ട് അരിയാം. തക്കാളിക്ക് നല്ല ചോവാന്നുണ്ടല്ലേ? തക്കാളി പിന്നെ മഞ്ഞാന്നുണ്ടാവോ? പഴുക്കാത്തുണ്ടോ? പഴുക്കാത്ത മഞ്ഞ. തക്കാളിയെ കുറിച്ചൊന്നും അറിയില്ലല്ലേ? ഞാൻ പപ്പിച്ചു തരാം. തക്കാളി എന്തായാലും പറഞ്ഞ നെറ്റ് മണിക്ക് ട്യൂഷൻ ഉണ്ട്, 8 മണിക്ക് കളിയുണ്ട്. സോറി, എന്തേ 8 മണിക്ക് കളിയുണ്ട്, നീ വരില്ലേ? കളിയല്ലേ? ചമ്മില്ലേ ഞാൻ ചോദിച്ചു. മല്ലിയില അടിപൊളി കട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ നന്നായി കഴുകിയെടുക്കാം. ചുള്ളൻ. അപ്പോൾ ചിക്കൻ തവ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ ദോശൻ്റെ കല്ല് വെക്കണം. ഓയിൽ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി, ചിക്കൻ തവയ്ക്ക് വേണ്ടി നമ്മൾ ചിക്കൻ ഇടാൻ പോണ്. കുറച്ചിട്ടാൽ മതി. വേറെ 10 കൊടുക്കാം. ഇത് മെയിൻ എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ മസാലയൊക്കെ ഇതിലിടുക. ഇപ്പോഴാണ് ഇതിൽ ചിക്കൻ തവ എന്നൊരു പേര് വന്നത്. മുളക്, ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, ജീരകം പൊടിച്ചത്, ഗരം മസാല. വറമുളക് അരച്ചത് നമുക്ക് വെതറ. ആഹാ, വറമുളക് കിട്ടുമ്പോൾ എന്താ വേണല്ലേ? ഇന്ന് ഞാൻ എരിഞ്ഞു ചാവും. വറമുളകും കൂടി ചേർത്ത് അടിച്ചപ്പോഴാണ് നമ്മുടെ സുൽഫിൻ്റെ വായിക്കൂടെ വെള്ളം വരാൻ തുടങ്ങിയത്. സുൽഫി സംഭവം കിടക്കിട്ടാ നോക്കി. നീ കഴിച്ചു ചില്ലു സാധനം. തക്കാളി, അപ്പോൾ ഒരല്പം വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ വെള്ളവും നമ്മൾ ഒഴിച്ച കുറച്ച് വെള്ളമൊക്കെ ചേർന്ന് ഒന്ന് ഇത് തിളച്ച് വേകാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മളൊരു 10 മിനിറ്റ് ഇതിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തായി നോക്കാം. അയ്യോ, സലാഹന്നെ വരണം മണക്കാൻ. സലാം മണം.
ഒരു രക്ഷയില്ല, എന്താ പറയാ. തിളക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കീറിയതും പിന്നെ അതുപോലെ ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഇഞ്ചി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ മല്ലി അരിഞ്ഞെടുത്ത് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേര് കളക്കാനുള്ളതേ ഉള്ളൂ. സ്വലാഹ് അപ്പോൾ കളക്കാനൊന്നുമില്ല. സ്വലാഹ് ഇളക്കാനില്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ്. അതെ കുഴക്കാനും കളക്കാനൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ ഇളകി മറിയുമ്പോൾ കാണാൻ ഒരു സുഖം, പ്രത്യേക ഒരു സുഖമാണല്ലേ. കൈ കടയിൽ. ഇനി ഇതിൻ്റെ ലാസ്റ്റത്തെ റെസിപ്പി, അതാണ് ഇതിൻ്റെ മെയിൻ. കസൂരി മേത്തി, ഉലുവൻ്റെ ഉണക്കിയ ഇല. ആഹാ ചെതറി. ചിക്കൻ താവ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അയ്യോ, ആഹാ ആഹാ എൻ്റെ തവേ. Mata. അപ്പോൾ നമ്മുടെ ചിക്കൻ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റൊട്ടിയും കൂട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി. സെറ്റാണ്. പ്രത്യേക ടേസ്റ്റ് ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ തവ കഴിക്കുന്നത്. വെറൈറ്റി സാധനം. അതിൻ്റെ മസാലയും ടേസ്റ്റ് ഒക്കെ അല്ലേ. അപ്പോൾ ഡ്രൈ ആണ്, വളരെ ഡ്രൈ. ഏറ്റവും അടിപൊളി. എല്ല് വിടാൻ നോക്കട്ടെ.
മുളക് വേണ്ട ആർക്കും പച്ചമുളക് ഫീൽ എങ്ങനെ ഉണ്ട് എരിവ്? അടിപൊളി അടിപൊളി എല്ലാം കറക്റ്റാണ് അല്ലേ? എരിവ് ഇത്രയ്ക്ക് കാണാം. ഈ എരിവുണ്ടെങ്കിൽ തിന്നാൻ അമ്മാരി ടേസ്റ്റ് കാണാം. ചിക്കൻ ചെതറിയില്ലേ? സംഭവം സിമ്പിൾ ഉണ്ടാക്കാം അല്ലേ? വളരെ സിമ്പിളാണ്. മസാലയൊക്കെ ഉണ്ടല്ലോ. റൊട്ടി കൂട്ടി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒറ്റ ഞാൻ തിന്നു നോക്കിയില്ല അല്ലേ? എങ്ങനെ ഇതുപോലെ അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് ഉള്ളൊരു ചിക്കൻ തവ ഫ്രൈ തന്നെയാണല്ലേ? തവ ഫ്രൈ തന്നെ. നമ്മൾ ധനുഷ് കഴിക്കുന്നുണ്ടാ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. ധനുഷിന് ഇഷ്ടപ്പെട്ട് ശരിക്കും അല്ലേ? അടിപൊളിയല്ലേ? ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു പീസ്. അപ്പോൾ ഇതൊരു അടിപൊളി റെസിപ്പി തന്നെയല്ലോ. എല്ലാവരും ഇത് നല്ല ഹെൽത്തി ആണല്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഈ അടിപൊളി റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ ആ തവ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോശക്കല്ലിന്ന്. അപ്പോൾ നിങ്ങൾക്കത് അതുപോലെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ദോശക്കല്ലിൽ തന്നെ അടിപൊളി ഒരു റെസിപ്പി അല്ലേ? സിമ്പിളായിട്ട് മസാലയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്തെടുക്കുക. സിമ്പിൾ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കാണ് അമർത്തിയാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം അടിപൊളി കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. അതുവരെ ബൈ.